ഓം ശാന്തി. മനസ്സ് അശാന്തമായിക്കൊണ്ട് എൻ്റെ ജീവിതം എങ്ങനെയൊക്കെയോ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്ന കുറേ ആളുകളെ അടുത്തിടെ ഞാൻ പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, അഥവാ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു കാര്യം, സ്വന്തം മനസ്സിനെ ശാന്തമാക്കാൻ നമ്മൾ ഓരോരുത്തരും സ്വയം നമ്മൾ തന്നെ വേണം പരിശ്രമിക്കാൻ. പലപ്പോഴും പല കാര്യങ്ങൾക്കും വേണ്ടി എന്നോട് സൊല്യൂഷൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യൂ എന്നവർക്കൊരു സൊല്യൂഷൻ കൊടുത്താൽ ആ സൊല്യൂഷൻ അത് പ്രാക്ടിക്കലാക്കാതെ അതിന് മുന്നേ തന്നെ വീണ്ടും ചോദിക്കും, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം നടന്നു കിട്ടിയാൽ മതി, അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്ന് പറയൂ എന്ന് തിരിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? സ്വന്തം മനസ്സ് ശാന്തമാക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കൂ. പലരും പറയും, എൻ്റെ ടെൻഷൻ്റെ കാരണം അവരാണ്, ഇവരാണ്, ആ ബന്ധമാണ്, ഈ ബന്ധമാണ്, അല്ലെങ്കിൽ എൻ്റെ ഓഫീസാണ്, എൻ്റെ ജോലിയാണ്, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളാണ്. ഒക്കെ ശരിയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് പ്രശ്നം ഉണ്ടാക്കില്ലേ, വിഷമം ഉണ്ടാക്കില്ലേ, നമ്മളെ വിഷമിപ്പിക്കില്ലേ? ആ വിഷമിപ്പിക്കും. പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു ടി വിയുടെ റിമോട്ട് കൺട്രോൾ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവരാണ് ആ ടി വിയുടെ ചാനൽ ഏത് വേണം നിശ്ചയിക്കുന്നത്. അതുപോലെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഏത് ടൈപ്പ് തോട്ട്സ് വേണം, എങ്ങനെ ഞാൻ എൻ്റെ ഈ നിമിഷത്തെ ചെലവഴിക്കണം എന്നത് എനിക്ക് പൂർണ്ണമായിട്ട് അധികാരമുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അവർ ചിരിക്കാൻ പറയുമ്പോൾ ഞാൻ ചിരിക്കും, അവർ കരയാൻ പറയുമ്പോൾ ഞാൻ കരയും. അവർ പറയുകയാണ് നീ കുറച്ച് വിഷമിച്ചിരിക്കുക, അപ്പോൾ ഞാൻ വിഷമിച്ചു. അവർ പറയും ഇനി നീ സന്തോഷിച്ചോ, ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശാന്തി അനുഭവിക്കാനോ സുഖം അനുഭവിക്കാനോ സാധ്യമല്ല. മനസ്സുഖവും ശാന്തിയും പ്രത്യേകിച്ച്. ശാരീരികമായിട്ട് രോഗം വന്നേക്കാം, പ്രശ്നങ്ങൾ വന്നേക്കാം, പക്ഷെ മനസ്സിന് സന്തോഷവും സുഖവും വേണമെന്നുണ്ടെങ്കിൽ, മനസ്സിനെ ശാന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് മാത്രം വിചാരിച്ചാൽ മറ്റാരും വിചാരിക്കണമെന്നില്ല. അഥവാ എല്ലാ കാര്യങ്ങളും ശാന്തമായിട്ട് വേണം എനിക്ക് ശാന്തമാവാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല. തിരയൊഴിഞ്ഞ് കടലുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടോ എല്ലാവരും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കിയിട്ടോ ഒരിക്കലും നമുക്ക് സന്തോഷിക്കാൻ സാധ്യമല്ല. നമ്മുടെ മനോഭാവത്തെ മാറ്റുക, നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റുക. എൻ്റെ നിമിഷം എൻ്റെ കയ്യിലാണ്. ഒരാളെന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ആയിക്കോട്ടെ, പക്ഷേ ഈ നിമിഷം ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് ദൃഢമായി നിശ്ചയിച്ചാൽ മറ്റെന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ സന്തോഷിച്ച് ആനന്ദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ മേലെ പ്രഭാവം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഒരാൾ നമ്മളെ ചീത്ത പറയുന്നൊരു നിമിഷം, ആ നിമിഷമാണെങ്കിൽ അപ്പോൾ തോട്ട് ക്രിയേറ്റ് ചെയ്യുക, ഓക്കെ ഞാൻ ഇത് കേൾക്കുന്നില്ല. എന്നോട് എത്ര സ്നേഹത്തോടെയാണ് ഭഗവാൻ സംസാരിക്കുന്നത്, എത്ര സ്നേഹത്തോടെയാണ് മധുരമായ മക്കളെ എന്നെ വിളിക്കുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം നിങ്ങൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അണ്ടർലൈൻ ചെയ്യുകയാണ് ഞാൻ, എൻ്റെ ജീവിതത്തിൽ ശാന്തി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി പഠിക്കാൻ ഞാൻ തയ്യാറായിരിക്കണം. അതിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. ഫുഡ് കഴിച്ചാലേ ആരോഗ്യം ഉണ്ടാവും എന്ന് പറയും പോലെ തന്നെ പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നവർക്കാണ് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനും പോസിറ്റിവിറ്റിയുടെ റിഫ്ലക്ഷൻസാണ് ശാന്തി എന്ന് പറയുന്നതും. അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ സമയത്ത് ഞാൻ എന്ത് തോട്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഈ സമയത്ത് ഞാൻ എന്ത് പറഞ്ഞു ഭഗവാൻ ഞാൻ ചിന്തിക്കട്ടെ എന്ന ഒരു നിമിഷം ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം ഇങ്ങോട്ട് അടുക്കുക പോലുമില്ല. അതേതാണ്ട് പുറത്തൊരു കവചം ഉണ്ടാക്കി തട്ടിത്തെറിച്ച് പോകും പോലെ അങ്ങ് പോയിക്കോളും. അവർക്ക് എന്നെ ടെൻഷൻ അടിപ്പിക്കാൻ സാധ്യമല്ല, എന്നെ വിഷമിപ്പിക്കാനും സാധ്യമല്ല. കാരണം ഞാൻ ശാന്തിയുടെ ഒരു ഓറ അല്ലെങ്കിൽ ഒരു കവചം എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നതാണ് സത്യം. അതുകൊണ്ട് എൻ്റെ ശാന്തിനെ, എൻ്റെ ജീവിതത്തിൻ്റെ സുഖത്തിന്, എൻ്റെ സാഹചര്യങ്ങളെ ഞാൻ എങ്ങനെ കാണുന്നു അതുപോലെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാകുന്നത്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൻ്റെ അരികിൽ ഒരു ഗുരുജിയും അദ്ദേഹത്തിൻ്റെ കുറേ ശിഷ്യന്മാരും താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ആ ഗുരുജി സത്സംഗം നടത്തിക്കൊണ്ടിരിക്കെ അതിലേ പോകുന്നതായിട്ടുള്ള വഴിപോക്കനൊരാൾ കയറി വന്നു. അദ്ദേഹവും ഇരുന്ന് സത്സംഗമൊക്കെ കേട്ടു. അത് കഴിഞ്ഞ ശേഷം ഗുരുജിയുടെ അടുത്ത് വന്ന് പറയുകയാണ്, എനിക്ക് അങ്ങയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഗുരുജി പറയും ആയിക്കോട്ടെ പറഞ്ഞോളൂ പറയുകയാണ്. അവർ എൻ്റെ ഗ്രാമത്തിൽ താമസിക്കാൻ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഗ്രാമത്തിൽ താമസിക്കണം എന്ന് ആഗ്രഹിച്ചാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ആളുകൾ എങ്ങനെയുണ്ട്? അങ്ങയുടെ അടുത്ത് എല്ലാവരും വരുന്നവരാണല്ലോ, അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല ആളുകളാണോ? നമുക്കിവിടെ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഗുരുജി പറയും അതവിടെ ഇരിക്കട്ടെ, എനിക്ക് നിന്നിൽ നിന്നറിയാൻ ആഗ്രഹമുണ്ടല്ലോ, നിൻ്റെ ഗ്രാമം എങ്ങനെയാണ്? നിൻ്റെ ഗ്രാമവാസികളൊക്കെ നല്ല ആളുകളാണോ? അവിടെ നല്ല സ്ഥലമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവർ അയ്യോ അത് വളരെ മോശമാണ്, അവിടുത്തെ ആളുകൾ ആരെയും സഹായിക്കുകയില്ല, എങ്ങനെയാണ് മറ്റുള്ളവർ
മറ്റുള്ളവരെ ഉപദ്രവിക്കേണ്ടതെന്ന് മാത്രം നോക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രാമത്തിലെ താമസം അവസാനിപ്പിച്ച് ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഗുരുജി പറയും, എന്നാൽ നീ ഇവിടെയും താമസിക്കരുതേ, ഇവിടെ ഒരുപാട് മോശം ആളുകളാണ്. നീ പ്രതീക്ഷിക്കും പോലെയല്ല, അവിടെയുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി മോശം ആളുകളാണ് ഇവിടെ താമസിക്കുന്നവർ. അതുകൊണ്ട് നീ ഇവിടെ താമസിക്കേണ്ട, വേറെ ഗ്രാമം തേടി പോയിക്കോളൂ കേട്ടോ, അതാണ് നല്ലതെന്ന് പറയും. ഓ, അങ്ങ് എന്തായാലും നേരത്തെ എനിക്ക് കാര്യം തന്നതിൽ താങ്ക്സ് ഉണ്ട് പറയും അയാൾ. അങ്ങനെ അയാളുടെ യാത്ര ഇനിയൊരു ഗ്രാമത്തിലേക്ക് അയാൾ തുടർന്ന് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞു, വീണ്ടും ഇതുപോലൊരു സത്സംഗം നടന്നുകൊണ്ടിരിക്കെ ഇനിയൊരു വഴിപോക്കൻ ആശ്രമത്തിലെത്തി. അയാളും സത്സംഗത്തിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ ശേഷം ഗുരുജിയോട് സെയിം കാര്യം ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ ഗ്രാമം വിട്ട് ഈ ഗ്രാമത്തിൽ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടേക്ക് വരണം എന്നുള്ള വിചാരത്തോടു കൂടി വന്നതാണ്. ഈ ഗ്രാമവാസികളെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഗുരുജി ചോദിക്കും, അതവിടെ ഇരിക്കട്ടെ, നിൻ്റെ ഗ്രാമവാസികളെക്കുറിച്ച് നിനക്കെന്താ അഭിപ്രായം? പറയും, എത്ര നല്ല ആളുകളാണെന്ന് വെച്ചാൽ അവരെന്നെ സ്നേഹിക്കും, എനിക്ക് വേണ്ടതായിട്ടുള്ള കരുതലും സ്നേഹവും ഒക്കെ ഒരുപാട് ഞാൻ അനുഭവിച്ചതാണ്. ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല, മാറിയേ പറ്റൂ എന്നൊരവസ്ഥ വന്നതുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് എൻ്റെ ഗ്രാമം ഉപേക്ഷിച്ച് പോരുന്നത്. എനിക്ക് അവിടെ വിട്ടുവരാൻ ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് പോരേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ ആളുകൾ എങ്ങനെയാണ്? അപ്പോൾ ഗുരുജി പറയും, നിൻ്റെ ഗ്രാമത്തിലെ ആളുകളേക്കാൾ എത്രയോ നല്ല ആളുകളാണ് ഇവിടെ ഉള്ളവർ. തീർച്ചയായിട്ടും അവരുടെ സ്നേഹം കരുതലിനേക്കാൾ പല മടങ്ങ് നിനക്ക് അനുഭവിക്കാം. തീർച്ചയായിട്ടും ഈ ഗ്രാമത്തിലേക്ക് നിനക്ക് സ്വാഗതമാണ്, നീ ഇവിടെ വന്ന് താമസിക്കാൻ പറയും. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഗുരുവിൻ്റെ വളരെ ക്ലോസ് ആയ കുറച്ച് ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് അങ്ങ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതിന് മുന്നേ വന്ന ആളോട് പറഞ്ഞു ഈ ഗ്രാമവാസികൾ ഭയങ്കര മോശമാണെന്ന്, ഇയാളോട് പറയുന്ന ഈ ഗ്രാമവാസികൾ വളരെ നല്ലവരാണെന്ന്. അതെങ്ങനെയാണ് ഈ ഒരേ ആളുകൾ വളരെ മോശവും വളരെ നല്ലവരും ആവുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വന്ന ആളുടെ മനസ്സിൽ നെഗറ്റിവിറ്റിയേ ഉള്ളുമായിരുന്നു. ആദ്യം വന്ന ആളുടെ മനസ്സിൽ എത്ര നല്ല ആളുകളുടെ കൂടെ പോയി താമസിച്ചാലും അവൻ നെഗറ്റീവേ കാണൂ. അതുകൊണ്ട് അവനോട് ഈ ഗ്രാമത്തിൽ താമസിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. രണ്ടാമത് വന്ന ആൾ വളരെ ശുദ്ധഹൃദയനാണ്, നല്ല ആളാണ്. അവൻ എവിടെ പോയി താമസിച്ചാലും അവൻ എല്ലാവരും സ്നേഹമുള്ളവരായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ കാഴ്ചപ്പാടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആളുകളെ നല്ലവരാക്കുന്നതും മോശമാക്കുന്നതും. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല സ്ഥലത്തായിട്ട്, ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂർ, എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആദ്യ പാഠങ്ങളൊക്കെ സ്വന്തമാക്കിയത് പാലക്കാട്. 10 വർഷത്തോളം പാലക്കാട് ഈശ്വര വിശ്വവിദ്യാലയത്തിലെ സേവനങ്ങളിൽ ഞാൻ മുഴുകി എൻ്റെ പഠന കാലഘട്ടം ഞാൻ ജീവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം വയനാട്, മൈസൂർ, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ സേവനത്തിലുള്ള സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ കോഴിക്കോടുണ്ട്, കോഴിക്കോട് തന്നെ ബാലുശ്ശേരി, പല സ്ഥലങ്ങളിൽ ഞാൻ താമസിക്കുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഒരുപാട് മനുഷ്യന്മാർ, തിന്മ ചെയ്യുന്ന ആളുകളില്ലെന്നൊന്നുമല്ല, ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ നമ്മളെ എന്തെങ്കിലും പാഠം പഠിപ്പിക്കാൻ വന്ന് പോവുമായിരിക്കും. പക്ഷേ ഈ ലോകത്തിൽ ഒരുപാട് നല്ല മനുഷ്യന്മാരാണ്, നല്ല ആളുകളാണ്, സ്നേഹിക്കാനും സ്നേഹം കൊടുക്കാനും ഉള്ളവരാ എല്ലാ മനുഷ്യന്മാരും. ഏത് സ്ഥലത്താണെങ്കിലും എനിക്ക് അവിടെയുള്ള ആളുകളൊക്കെ എത്ര സ്നേഹിച്ചവരാണ്, സ്നേഹിക്കുന്നവരാണ്, എല്ലാവരും നല്ലവരാണ്. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിനെ നല്ലതാക്കി മാറ്റിയാൽ, നമ്മുടെ മനോഭാവത്തെ പോസിറ്റീവിലേക്ക് മാറ്റിയാൽ, എന്നെ അശാന്താക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ഞാനൊരു ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ അശാന്താക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം ശാന്തി എന്ന ഗുണം അത് പുറമെന്ന് വാങ്ങേണ്ടതല്ല. 10 രൂപ കയ്യിലില്ലാത്തവൻ ആരും 10 രൂപ കടം കൊടുക്കാറില്ല. അതുപോലെ എൻ്റെ ഉള്ളിൽ നിന്ന് അശാന്തിയാണ് പുറപ്പെടുന്നതെങ്കിൽ എനിക്ക് തിരിച്ചു വരുന്ന അശാന്തിയാവുള്ളൂ. ശാന്തി ആത്മാവിൻ്റെ സ്വധർമ്മമാണ്. ഞാൻ സ്വയം ശാന്തിയുടെ സ്ഥിതിയിലാണെങ്കിൽ യാതൊരു സംശയവുമില്ല, ഞാൻ പരമാത്മ മഹാവാക്യത്തെ ഒരിക്കൽ കൂടെ ഓർമ്മിക്കുകയാണ്. നിങ്ങളുടെ സ്ഥിതി സമ്പന്നമെങ്കിൽ, നിങ്ങളുടെ സ്ഥിതി സന്തുഷ്ടമെങ്കിൽ, നിങ്ങളുടെ സ്ഥിതി ശാന്തമെങ്കിൽ പരിതസ്ഥിതി പരിവർത്തനമായിക്കൊള്ളും. എത്ര മോശം ആളുകളുടെ ഇടയിലാണെങ്കിലും നമ്മുടെ സങ്കല്പം ശക്തിശാലിയെങ്കിൽ, നമ്മുടെ ജീവിതം ശക്തിശാലിയെങ്കിൽ, ചിട്ടയായ ജീവിതത്തിലൂടെ ഈശ്വരൻ്റെ നിർദ്ദേശത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ശാന്തിയെ അശാന്തമാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. റിമോട്ട് കൺട്രോൾ ആർക്കും കൊടുക്കരുത്. നമ്മുടെ സ്വന്തമാണ് ശാന്തി. അതുകൊണ്ട് ഞാൻ ആത്മാ ശാന്തസ്വരൂപമാണ്. ശാന്തി എൻ്റെ സ്വധർമ്മമാണ്. അതെന്നിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഗുണമാണ്. ഞാനൊരു ശാന്തസ്വരൂപമാണ്. എൻ്റെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള അഫർമേഷനിലൂടെ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന പോസിറ്റിവിറ്റീനെ, ശാന്തിയെ ഉണർത്തി നോക്കൂ. ആർക്കും നമ്മുടെ ശാന്തിയെ ലംഘിക്കാനോ വഞ്ചിക്കാനോ മോശമാക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് ഞാനാണ് നിശ്ചയിക്കേണ്ടത് ഞാൻ ശാന്തമായിരിക്കണോ അശാന്തമായിരിക്കണോ എന്ന്. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ആക്ടിവിറ്റി, എത്ര മോശം സിറ്റുവേഷനിലാവട്ടെ, ഒരു ചെറിയ സ്റ്റെപ്പിലൂടെ പോസിറ്റിവിറ്റിയുടെ ശാന്തിയുടെ തോട്ട്സിനെ ഇമർജ് ചെയ്യൂ. ഒരു ചെറിയ പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾ ആരംഭിക്കൂ ജീവിതത്തിൽ. തീർച്ചയായിട്ടും വലിയൊരു ഹയസ്റ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ എത്താൻ നിങ്ങൾക്ക് പറ്റും. ശാന്തിയുടെ അതിസുഖകരമായ
സുഖകരമായിരിക്കുന്ന അനുഭവം നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.